Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ്. ഓക്കെ, അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസും സ്കോപ്പും. അപ്പോൾ ഡിഗ്രി ആൻഡ് PG ലെവൽ സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ്? ആക്ച്വലി ഇതൊരു സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് അഗ്രികൾച്ചറൽ ആസ്പെക്ട്സ് ആണ്. അഗ്രികൾച്ചറൽ സെക്ടറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഫാമിംഗ്, ബഡ്ജറ്റിംഗ്, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, അങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ട് അല്ലേ അഗ്രികൾച്ചറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് എക്കണോമിക്സിൽ ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പം ആ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് അഗ്രികൾച്ചറൽ എക്കണോമിക്സിന്, അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും സ്കോപ്പുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മെത്തേഡ്സ്, പ്രാക്ടീസസ്, കണ്ടീഷൻസ് ആൻഡ് പോളിസീസ് അഫക്റ്റിംഗ് അഗ്രികൾച്ചർ. അപ്പോൾ കൃഷിയെ അല്ലെങ്കിൽ കാർഷിക മേഖലയെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. കൃഷി രീതിയുണ്ട്, അതിൻ്റെ പ്രാക്ടീസസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്, പോളിസീസ് ഉണ്ട്. അപ്പം ഇതെല്ലാം എന്തിനെ ബാധിക്കുന്നതാണ്? കൃഷിയെ അല്ലെങ്കിൽ കാർഷിക മേഖലയെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? അഗ്രികൾച്ചറൽ ഇക്കണോമിക്സ് എന്ന് പറയാം. ശരിയല്ലേ? അഗ്രികൾച്ചറൽ ഇക്കണോമിക്സ് എന്ന് പറയാം. അപ്പോൾ അഗ്രികൾച്ചറൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മെത്തേഡ്സ്, പ്രാക്ടീസസ്, കണ്ടീഷൻസ് ആൻഡ് പോളിസീസ് അഫക്റ്റിംഗ് അഗ്രികൾച്ചർ അല്ലേ. അപ്പോൾ ഇത് ശരിക്കും ഒരു അപ്ലൈഡ് സോഷ്യൽ സയൻസ് ആണ്. എങ്ങനെയാണ് ഹൗ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അല്ലേ, എങ്ങനെയാണ് ഫാമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെ അത് കമ്മ്യൂണിറ്റി അത് കൺസ്യൂം ചെയ്യുന്നു, അതിൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഏതൊക്കെയാണ് സ്കേഴ്സ് റിസോഴ്സസ് ഉള്ളത്, എങ്ങനെയൊക്കെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം, ഇനി അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് അല്ലേ, അതിൻ്റെ ഫുഡ് ഒരു എന്താ പറയുക, ഈ കൺസംഷൻ എങ്ങനെയാണ്, ഇതെല്ലാം അടങ്ങുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അഗ്രികൾച്ചറൽ എക്കണോമിക്സ്. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള പഠനത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്ന് പറയാം. ശരിയല്ലേ? സോ ഇറ്റ് ഈസ് ആൻ അപ്ലൈഡ് സോഷ്യൽ സയൻസ് that deals with how producers, consumers and societies use scarce resources in the production, marketing, consumption. അതായത് എങ്ങനെയാണ് ഈ സ്കേഴ്സ് റിസോഴ്സസ് കമ്മ്യൂണിറ്റിയും കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സും സൊസൈറ്റിയും യൂസ് ചെയ്യുന്നത്, എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ അത് മാർക്കറ്റിംഗ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഉള്ള ഒരു പഠനം, അല്ലെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു അപ്ലൈഡ് സോഷ്യൽ സയൻസ് ആണ് ഇതെന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മെത്തേഡ്സ്, പ്രാക്ടീസസ്, കണ്ടീഷൻസ് ആൻഡ് പോളിസീസ് അഫക്റ്റിംഗ് അഗ്രികൾച്ചർ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. So it is a branch of applied economics that focuses on the allocation, distribution and utilization of resources. അപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ അലോക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, വിഭജനം ചെയ്യുക, വിതരണം ചെയ്യുക അല്ലേ, അതേപോലെ തന്നെ യൂട്ടിലൈസേഷൻ ഇതുമായി. അപ്പോൾ അഗ്രികൾച്ചറൽ കാർഷിക മേഖലയിൽ കുറേ റിസോഴ്സസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വിഭജനവും വിതരണവും യൂട്ടിലൈസേഷനും, അതാണ് പറയുന്നത് അലോക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ. ഇതെല്ലാം അടങ്ങുന്ന ഒരു അപ്ലൈഡ് എക്കണോമിക്സ്, അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? Okay, so it deals with the principles that help the farmer use land, labor and capital. Farmer എങ്ങനെയാണ് ലാൻഡും ലേബറും ക്യാപിറ്റലും യൂസ് ചെയ്യുന്നത് അല്ലേ, അത് കഴിഞ്ഞിട്ട് ഇൻകം എങ്ങനെ ഫാമേഴ്സ് മാക്സിമൈസ് ചെയ്യുന്നു അല്ലേ, ഉള്ള റിസോഴ്സസ്, അവൈലബിൾ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ചിലപ്പം നമുക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. കൃഷി ആയതുകൊണ്ട് തന്നെ എല്ലാം ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കില്ല. ആ ഒരു കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ഈ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് കുറേ ലാൻഡും ലേബറും ക്യാപിറ്റലും എല്ലാം യൂസ് ചെയ്തിട്ട് കൃഷി എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ ഫാമേഴ്സ് ഇൻകം മാക്സിമൈസ് ചെയ്യുന്നു, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് അടങ്ങുന്ന ഒരു അപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആണ് ശരിക്കും അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ഇറ്റ് പ്ലേസ് വെരി ക്രൂഷ്യൽ റോൾ, അല്ല വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ഇക്കോണമി. കാരണം അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്ടറാണ് അല്ലേ. നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ സബ്സിസ്റ്റൻസിന് ഏറ്റവും അല്ലേ, നമ്മുടെ സർവൈവലിന് ഏറ്റവും അത്യാവശ്യം നമ്മളെ വാട്ടറും എയറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഫുഡാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷെൽട്ടറും ക്ലോത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജി ഗിവിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലേ, അത് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്ടർ ആണ് അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയുക, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആസ്പെക്ട്സ് അല്ലെങ്കിൽ ആ അഗ്രികൾച്ചറിനെ ബാധിക്കുന്ന കുറേ ഘടകങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള പഠനം, സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനം എന്ന നിലയിൽ അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ദാറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ഇക്കോണമി അല്ലേ. അത് ഏത് എക്കോണമിയിലും തന്നെ, കൃഷി അല്ലേ, വിത്തൗട്ട് അഗ്രികൾച്ചർ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയണില്ല, ശരിയല്ലേ. എല്ലാറ്റിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇന്നും അന്നും എന്ത് തന്നെയാണ്, അഗ്രികൾച്ചർ തന്നെയാണ്. പക്ഷേ നൗഡേയ്സ് നമ്മൾ കുറേ പേര് അതിനകത്ത് എൻഗേജ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഓക്കെ, കാരണം നമ്മൾ സർവീസ് സെക്ടറിലും അങ്ങനെയുള്ള സെക്ടറിൽ എൻഗേജ് ചെയ്യുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടെ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ശരി, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ അപ്പോൾ ഒരുപാട് ലാർജ് പോപ്പുലേഷൻ അതിനകത്ത് ഡിപ്പെൻഡ് ജോലി അല്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻഗേജ്ഡ് ആണ് അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇപ്പോഴും. ഒരു 40 അങ്ങനെ ഒരു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവരുടെ ലിവ്ലിഹുഡാണ്. അതുകൂടാതെ അവരുടെ ആവറേജ് ഇൻകം ലോ ആണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തിനകത്തുണ്ട് ഈ അഗ്രികൾച്ചറൽ എക്കണോമിക്സിൽ. അപ്പം ഈ ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ ഇൻകം, ഈ ആവറേജ് ഇൻകം ലോ ആയിട്ടുള്ള ഫാമേഴ്സിനെ മുന്നോട്ട് കൊണ്ടുവരാനും അവർക്ക് ഇൻകം മാക്സിമൈസ് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ആണ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അഗ്രികൾച്ചറൽ എക്കണോമിക്സ്. അപ്പോൾ ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസ്, ഫോർമുലേഷൻസ്, ഇംപ്ലിമെൻറ്റേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങുന്നുണ്ട്. അല്ലാതെ ജസ്റ്റ് സയൻറ്റിഫിക് സ്റ്റഡി മാത്രമല്ല അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ദി ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും നമുക്ക് പറയാം. ഫാമേഴ്സിനെ ഗൈഡ് ചെയ്യുന്നു അല്ലേ, ഒപ്റ്റിമൈസ് റിസോഴ്സ് അലോക്കേഷൻ, ഉള്ള റിസോഴ്സിനെ മാക്സിമം നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാനും മറ്റും ഫാമേഴ്സിനെ ഗൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ലാൻഡും ലേബറും ക്യാപിറ്റലും അതൊക്കെ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ എഫിഷ്യൻസി കൂട്ടാൻ അല്ലേ വളരെ സഹായകമാണ് നമ്മുടെ അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ എഫിഷ്യൻസി കൂട്ടാൻ. ഓക്കെ, പിന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അഗ്രികൾച്ചറൽ സെക്ടറിൽ കൊണ്ടുവരാൻ, അതുപോലെ തന്നെ എൻഷുറിങ് സസ്റ്റൈനബിൾ റിസോഴ്സ് യൂസ് അല്ലേ, എന്താ വളരെ സുസ്ഥിരമായിട്ടുള്ള വിഭവങ്ങളുടെ ഉപയോഗം. എന്താ സുസ്ഥിരമായിട്ടുള്ള വിഭവങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത്? അതായത് ഭാവി തലമുറയിലേക്കും കൂടെ റിസോഴ്സസ് ബാക്കി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കും കൂടെ നമ്മൾ റിസോഴ്സസ് നീക്കി വെച്ചുകൊണ്ട് ഉള്ള ഉപയോഗം അല്ലേ, വിഭവങ്ങളെ നശിപ്പിക്കാതെയുള്ള ഉപയോഗമാണ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനുള്ള ബേസിക് ഐഡിയാസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് എക്കണോമിക്സ് ആണ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ്. അപ്പം അത്ര കണ്ട് പ്രാധാന്യം ഉള്ള ഒരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചറിൽ നമ്മൾ എക്കണോമിക്സിൽ പറഞ്ഞ് നമുക്കറിയാം ഫാമേഴ്സിന് ഒരു ഗൈഡാണ് കൊടുക്കുന്നത് അല്ലേ, എങ്ങനെയാണ് റിസോഴ്സ് അലോക്കേഷൻ ഒപ്റ്റിമൈസ് ചെയ്യുക, ലാൻഡും ലേബറും ക്യാപിറ്റലും, എന്നിട്ട് പ്രൊഡക്ഷൻ എഫിഷ്യൻസി എങ്ങനെ മാക്സിമൈസ് ചെയ്യും, അതുപോലെ സസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സസ്, അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ഉൽപ്പാദനക്ഷമത കൂട്ടുക, എഫിഷ്യൻസി കൂട്ടുക അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അത് ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാമല്ലോ ഓൾറെഡി. ഇനി സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ തലത്തിൽ ഇത് വ്യാപിച്ച് കിടക്കുന്നു അഗ്രികൾച്ചറൽ എക്കണോമിക്സ് അല്ലേ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയണത് കേട്ടോ. അപ്പം എന്താണ് അഗ്രികൾച്ചറൽ എക്കണോമിക്സിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്? ഫാമിംഗ് ആസ് ആൻ ഓക്യുപ്പേഷൻ അല്ലേ. ഓക്കെ, പിന്നെ കൾട്ടിവേറ്റർ, അനിമൽ ഹസ്ബൻഡറി അവർ തമ്മിലുള്ള ഒരു ചോയ്സ്, മെഷീനറി, ലേബർ, പിന്നെ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോമ്പിനേഷൻ, ഇൻറ്റൻസിറ്റി ഓഫ് കൾട്ടിവേഷൻ അല്ലേ, ഇറിഗേഷൻ, മാനുവർ, വളം അല്ലേ, ഇറിഗേഷനൊക്കെ നമുക്കറിയാം, ജലസേചനം, പിന്നെ കൾട്ടിവേഷൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, പിന്നെ മാർക്കറ്റിംഗ്, സോയിൽ കൺസർവേഷൻ, മണ്ണ് സംരക്ഷണം, ലാൻഡ് റവന്യൂ സിസ്റ്റം, കോസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും പോളിസീസും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഡ് സ്കോപ്പുള്ള ഒരു അപ്ലൈഡ് എക്കണോമിക്സ് തന്നെയാണ് ഏതെന്ന് പറയുന്നത്, ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് തന്നെയാണ് ഇത് അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോമ്പിനേഷൻ, അതിൻ്റെ യൂസേജ്, കൾട്ടിവേറ്ററും അനിമൽ ഹസ്ബൻഡറിയും തമ്മിലൊരു റിലേഷൻ ഇല്ലേ, അനിമൽ ഹസ്ബൻഡറിയും കൾട്ടിവേറ്റേഴ്സും തമ്മിലൊരു റിലേഷൻ ഇല്ലേ, അനിമൽസിന് ഒരു
ലൈഫ് സ്റ്റോക്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ, കൃഷിയുമായി ബന്ധപ്പെട്ട്. പിന്നെ മെഷീനറിയും ലേബറും തമ്മിലുള്ള റിലേഷൻ, ഇൻറ്റൻസിറ്റി ഓഫ് കൾട്ടിവേഷൻ, ഇറിഗേഷൻ, മാനുവർ, വളം, മാർക്കറ്റിംഗ് അല്ലേ, മാർക്കറ്റിംഗ് അറിയാമല്ലോ. പിന്നെ സോയിൽ കൺസർവേഷൻ, മണ്ണ് സംരക്ഷണം, ലാൻഡ് റവന്യൂ സിസ്റ്റം നമുക്കറിയാം, ലാൻഡ് റിഫോംസും ലാൻഡ് റവന്യൂ സിസ്റ്റംസും ഒക്കെ ഉണ്ട് അല്ലേ, കോസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും വൈഡ് സ്കോപ്പുള്ള ഒരു ബ്രാഞ്ചായിട്ടുള്ള അഗ്രികൾച്ചറൽ എക്കണോമിക്സ്, അതെന്താണ്, അതിൻ്റെ ഡെഫിനിഷനും അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും സ്കോപ്പും വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കാണുകയും ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. ഇതേപോലെ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്, ടേക്ക് കെയർ, ബൈ.